തൃശൂർ കയ്പമംഗലത്ത് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 4 പേർ കൂടി അറസ്റ്റിൽ. 3 കണ്ണൂർ സ്വദേശികളും 1 എറണാകുളം സ്വദേശിയുമാണ് അറസ്റ്റിലായത്. ഇറീഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നായിരുന്നു കൊലപാതകം. കേസിൽ 9 പേരുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, എപ്പോഴാണ് ഈ പ്രതികൾ പിടിയിലാകുന്നത്? വിഷ്ണു, കഴിഞ്ഞ ദിവസം 5 പ്രതികളാണ് പിടിയിലായിരുന്നത്. കൂടാതെ ഇപ്പോൾ 4 പേരെ കൂടെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ ഈ 3 കണ്ണൂർ സ്വദേശികളും 1 എറണാകുളം സ്വദേശിയുമാണ് അറസ്റ്റിലായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തൃശൂർ സ്വദേശികളടക്കം അറസ്റ്റിലായിരുന്നു. എന്തായാലും ഇനി പിടിയിലാകാനുള്ള 3 പ്രതികൾക്ക് കൂടെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് 2 ദിവസം മുൻപാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നത്. ഈ കയ്പമംഗലം ഫിഷറീസ് സ്കൂളിന് സമീപത്ത് വെച്ചാണ് ആംബുലൻസ് വിളിച്ചു വരുത്തിയതും ആംബുലൻസിലേക്ക് ഈ കോയമ്പത്തൂർ സ്വദേശിയായിട്ടുള്ള അരുൺ എന്ന് പറയുന്ന വ്യക്തിയെ പരിക്കേറ്റ നിലയിൽ, അതായത് പരിക്കേറ്റ് എന്ന് പറഞ്ഞാണ് ആംബുലൻസ് വിളിച്ചു വരുത്തി അതിൽ കയറ്റി വിടുന്നത്. തങ്ങൾ പിന്നാലെ വന്നുകൊള്ളാമെന്ന് പറഞ്ഞ ഈ 4 അംഗ സംഘം ആദ്യം കാറുമെടുത്ത് കടന്നു കളയുകയായിരുന്നു. പിന്നീടാണ് ഇത് പോലീസ് എത്തുകയും കൊലപാതകമാണെന്ന് കണ്ടെത്തുകയും ചെയ്തത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഇറീഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഉള്ള തർക്കമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് മനസ്സിലാകുന്നത്. ഈ അരുണിനെ മർദ്ദിച്ച, അതായത് കൂട്ടം ചേർന്ന് മർദ്ദിച്ച സ്ഥലം ഉൾപ്പെടെ പോലീസ് പരിശോധന നടത്തി. അതിനുശേഷമാണ് ഈ പ്രതികളിലേക്ക് എത്തുന്നത്. ഇതിൽ തന്നെ ഈ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമായിരുന്നു. ഈ കൊലയ്ക്ക് പിന്നിൽ, അതായത് വലിയ തരത്തിലുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പും അതുമായി ബന്ധപ്പെട്ട ആ ഒരു തർക്കം തന്നെയാണെന്നാണ് കണ്ടെത്തൽ. ഈ കൊട്ടേഷൻ സംഘമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇതിൽ ഈ ഇറീഡിയം സ്വന്തമാക്കുന്നതായി കണ്ണൂരിലെ ഐസ്ക്രീം വ്യവസായിയായിട്ടുള്ള സാദിഖാണ് 50 ലക്ഷത്തിലധികം രൂപ നൽകിയതായി വിവരമുള്ളത്. സാദിഖ് ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ കേസിൽ പ്രതിയാണ്. എന്തായാലും മറ്റ് 3 പ്രതികൾക്ക് കൂടെ ആകെ 11 പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കണ്ടെത്തൽ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ 4 പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു. പിന്നീട് അത് 5 ആയി. പിന്നീട് അത് 11ലേക്ക് പോകുകയായിരുന്നു. കാരണം ഇവരെ ചോദ്യം ചെയ്തതനുസരിച്ചാണ് ഈ മർദ്ദനം നടന്നത് എങ്ങനെയാണെന്നും അതിനോടനുബന്ധിച്ചുള്ള മറ്റു പ്രതികളുടെ വിവരങ്ങളും അറിയുന്നത്. എന്തായാലും നിലവിൽ പിടിയിലായിട്ടുള്ള പ്രതികളെയും അതോടൊപ്പം ഇനിയുള്ള 3 പ്രതികൾക്കും വേണ്ടി അന്വേഷണം തുടരുകയാണ്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.